ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലോട്ട് എത്തിയിരിക്കുന്നത് എ മൊമെന്റ് ടു റിമെമ്പർ എന്ന് പറഞ്ഞ ഒരു കൊറിയൻ റൊമാൻറ്റിക് ഡ്രാമയുമായിട്ടാണ്. 27 വയസ്സുകൾ മാത്രം പ്രായമുള്ള സൂജിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നായിക. ആ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ വളരെ വലിയൊരു മഹാരോഗം പിടിപെടുകയാണ്. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഓർമ്മകൾ നഷ്ടമാകുക. അങ്ങനെ ഓർമ്മകൾ നഷ്ടമായ അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വളരെ ഇമോഷണലും അതുപോലെ തന്നെ റൊമാൻറ്റിക്കുമായിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂവി കൊറിയയിൽ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു മൂവി കൂടിയാണ്. സോ പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൂവിയിലോട്ട് കിടക്കാം. കഥയുടെ തുടക്കത്തില് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള സൂജിൻ ആണെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. അവളുടെ കയ്യിൽ ഒരു ബാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തം കാമുകന് വേണ്ടിയാണ്. ഇന്ന് അവർ രണ്ടുപേരും കൂടി ഒളിച്ചോടാമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ അവളുടെ മുഖത്ത് വളരെ സന്തോഷവും പ്രതീക്ഷയും ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് നേരം പോകുന്തോറും ആ മുഖത്ത് വളരെയധികം വിഷമവും അതുപോലെ തന്നെ സങ്കടവും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ ഒരുപാട് നേരം തന്റെ കാമുകന് വേണ്ടിയിട്ട് അവള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ വരില്ല എന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഒരു കോള അവള് എടുക്കുകയാണ്. അങ്ങനെ അതും ആയിട്ട് അവള് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ കോള വാങ്ങിയെങ്കിലും അടുത്ത സീൻ നമ്മൾ കാണുന്നത് അവളുടെ കയ്യിൽ കോളയൊന്നുമില്ല. ഏതോ ഒരു സ്ട്രീറ്റിൽ കൂടി അവൾ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർക്കുന്നത് താനൊരു കോള വാങ്ങിയ കാര്യം. അങ്ങനെ കോള എടുക്കാൻ വേണ്ടിയിട്ട് അവള് തിരിച്ച് സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാണ്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തുന്ന നേരം തന്നെ അതിന്റെ ഡോറിലൂടെ ഒരു പയ്യനാണെങ്കിൽ നടന്നു വരികയാണ്. ഇതാണ് നമ്മളുടെ കഥാനായകൻ. ഇവന്റെ പേരാണ് ചോ ചുൽസോ. അങ്ങനെ ഇവനാണെങ്കിൽ പുറത്തോട്ട് നടന്നു വരികയാണ്. ഇവനെ തൽക്കാലം നമുക്ക് സോ എന്ന് വിളിക്കാം. അങ്ങനെ സോ ആണെങ്കിൽ പുറത്തോട്ട് വരുന്ന സമയത്ത് ഇവള് വിചാരിക്കുന്നത്, നമ്മളുടെ നായിക വിചാരിക്കുന്നത് താൻ വാങ്ങിയ കോളയാണ്, ഇവൻ അതെടുത്ത് കുടിച്ചതാണ് എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് ഒന്നും പറയാതെ തന്നെ അവന്റെ കയ്യിൽ നിന്നും കോള വാങ്ങുകയും അത് അവിടെ വെച്ച് തന്നെ ഓപ്പൺ ആക്കി കുടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സോയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവനാണെങ്കിൽ വളരെയധികം കൗതുകത്തോടു കൂടി നമ്മളുടെ നായികയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു കോള കുടിച്ച് തീർത്ത് ആ ക്യാൻ അവന്റെ കയ്യിൽ അവള് ഭദ്രമായി തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സൂജിൻ ആണെങ്കിൽ നേരെ അവിടെ നിന്നും പോകുന്നത് ഒരു ബസ് സ്റ്റോപ്പിലേക്കാണ്. അവിടെ നിന്ന് ബസ് പിടിച്ച് ബസ്സിൽ കയറി ബാഗ് ചെക്ക് ചെയ്യുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് താനാണെങ്കിൽ ആ ഒരു പേഴ്സും ആ ഒരു കടയിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ വീണ്ടും തിരിച്ച് ആ ഒരു കടയിലോട്ട് പോകുന്ന നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അക്കൗണ്ടന്റ് ആണെങ്കിലും അവളുടെ കയ്യിലോട്ട് പേഴ്സും അതോടൊപ്പം തന്നെ കോളയും എടുത്തു കൊടുക്കാണ്. ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് നേരത്തെ ആ ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ച കോള താൻ വാങ്ങിയതല്ലായിരുന്നു എന്ന്. അങ്ങനെ കടയുടെ പുറത്ത് ഒരുപാട് നേരം അവന് വേണ്ടിയിട്ട് തിരയുന്നുണ്ടെങ്കിലും സോയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൂജിന് സാധിക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് സീൻ കട്ടായതിനു ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് സൂജിനിന്റെ വീടാണ്. അവിടെ അവളുടെ അച്ഛനും അമ്മയ്ക്കും അവളെ കൂടാതെ മറ്റൊരു മകൾ കൂടിയുണ്ട്. പക്ഷെ അവരാരും ഈ കാമുകന്റെ കൂടെ പോയതിനും അവര് വരാത്തതിനും ഒന്നും ഇവളെ വഴക്ക് പറയുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ട് നല്ലൊരു അന്തരീക്ഷത്തിൽ അവര് രാവിലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ്. അങ്ങനെ പിന്നീടുള്ള സീനിൽ നമ്മൾ കാണുന്നത് ഈ നമ്മളുടെ സൂജിൻ ആണെങ്കിൽ അച്ഛന്റെ കൂടെ അച്ഛന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോവാണ്. അവര് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന വളരെയധികം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി കൂടിയാണ്. അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് നമ്മളുടെ സോ ഇല്ലേ, സോ ആണെങ്കിൽ ആ ഒരു സൈറ്റിലെ അവിടുത്തെ കാർപ്പന്റർ ആയിരുന്നു. അങ്ങനെ അവിടുത്തെ മരപ്പണിയൊക്കെ ചെയ്താണ് അവൻ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മളുടെ സൂജൻ ആണെങ്കിൽ നമ്മളുടെ സോയെ കാണുന്നുണ്ടെങ്കിലും ആരാണ് അതെന്ന് അവൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു പോയിന്റിലൊക്കെ നമുക്കും ഡൗട്ട് തോന്നും, ഇവൾക്ക് എന്താണ് ഇത്ര മറവി എന്ന്. അങ്ങനെ അവിടെ വെച്ച് ഇവനെ കാണുന്നുണ്ടെങ്കിലും ഓർത്തെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എവിടെയോ വെച്ച് കണ്ടൊരു പരിചയമുണ്ട് എന്ന് മാത്രമാണ് അവൾ ഓർക്കുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം ഈ പറഞ്ഞ നമ്മളുടെ സൂജിന്റെ സ്വന്തം ഓഫീസിൽ ഒരു കാർപ്പന്ററുടെ, അതായത് മരപ്പണിയുടെ സഹായങ്ങൾ ആവശ്യമായി വരികയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ച് കാര്യം പറയുമ്പോൾ അച്ഛൻ പറയാണ് തന്റെ സൈറ്റിൽ നിന്ന് വളരെയധികം നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, അയാളെ നിനക്ക് വേണ്ടി വിട്ടുതരാമെന്ന്.
അങ്ങനെ അച്ഛൻ പറഞ്ഞ വാക്ക് അച്ഛൻ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് അയാളെ കൃത്യസമയത്ത് തന്നെ ഓഫീസിലോട്ട് വിടുന്നത് മറ്റാരെയുമല്ല, നമ്മുടെ സോയെ തന്നെയാണ്. അങ്ങനെ സോ ഓഫീസിലെത്തുന്ന സമയം നമ്മളുടെ നായികയായിട്ടുള്ള സൂജൻ ആണെങ്കിൽ ഇവനെ കാണുമ്പോ തന്നെ അവൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. അങ്ങനെ വല്ലാത്തൊരു ചമ്മല് അവൾക്ക് വരികയാണ്. എന്തേലൊക്കെ ആവട്ടെ, ആദ്യമൊക്കെ ഒളിഞ്ഞിരുന്ന് അവനെ നോക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഒരു കോളയുടെ പ്രശ്നമല്ലേ എന്ന് കരുതിയിട്ട് ഒരു കോള വാങ്ങാൻ വേണ്ടിയിട്ട് അവളാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാണ്. അങ്ങനെ കോളയൊക്കെ വാങ്ങി കേട്ടോ. അത് വാങ്ങി തിരിച്ചു വരുന്ന അതേ സമയത്ത് തന്നെ നമ്മളുടെ നായകനായിട്ടുള്ള സോ ആണെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് കോള വാങ്ങി വളരെയധികം എന്തോ ബലത്തോടു കൂടി വാങ്ങി കുടിക്കുകയാണ്. അതായത് ഇവൾ എങ്ങനെയാണോ നേരത്തെ സോയോട് ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ. അങ്ങനെ ഇത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് എന്തോ അവനെടുത്ത് ഒരു അറ്റാച്ച്മെന്റ് തോന്നുകയാണ്. മാത്രമല്ല ഭയങ്കരമായിട്ട് എന്തോ ഒരു വിയേർഡ് ഫീലിംഗ് തോന്നുന്നുണ്ട്. മാത്രമല്ല ഭയങ്കരമായിട്ട് ഉള്ളിൽ ചിരിക്കുന്നുമുണ്ട്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു വഴിയിൽ കൂടെ അവൾ നടന്ന് തിരിച്ച് ഓഫീസിലോട്ട് പോവുകയാണ്. അങ്ങനെ സൂജൻ പോകുന്ന അതേ സമയത്ത് തന്നെ അവളുടെ ബാഗ് ആണെങ്കിൽ വണ്ടിയിൽ വന്ന മോഷ്ടാക്കളെ എടുത്തോണ്ട് പോവുകയാണ്. ഇതേ സമയത്ത് കൃത്യമായിട്ട് സോ അങ്ങോട്ടേക്ക് വരികയും വളരെയധികം സാഹസികമായ സ്റ്റണ്ടിനൊടുവിൽ അവനാണെങ്കിൽ ആ ഒരു ബാഗ് തിരിച്ചെടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു ബോണ്ട് വരികയാണ് അവിടെ വെച്ചിട്ട്. അങ്ങനെ അന്ന് രാത്രിയാകുന്ന സമയത്ത് നമ്മുടെ നായിക സൂജൻ ആണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് ഔട്ടിങ്ങിന് പുറത്തു പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ വഴിയോരത്ത് ഒരു കടയിലിരുന്നിട്ട് നമ്മുടെ നായകനാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് 2 പെഗൊക്കെ അടിച്ച് കൂളായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പോയ നമ്മുടെ നായികയാണെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തിയിട്ട് അവന്റെ അടുത്തോട്ട് വരികയും അവനോട് ഒരുപാട് നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് അവൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാൻ നിനക്ക് തരുന്ന ഈ ഒരു പെഗ് നീ ഇത് കുടിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്നാണ്. ഇനി അഥവാ നീ കുടിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ നായികയെ പ്രപ്പോസ് ചെയ്യുകയാണ്. കേൾക്കേണ്ട താമസം ഇത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ നമ്മളുടെ നായികയാണെങ്കിൽ അത് ഒറ്റ വലിക്ക് അങ്ങ് കുടിച്ചു തീർക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവൻ അവളെ ഉടൻ തന്നെ കിസ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അവരുടെ പ്രണയം അതിമനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സൂജനിനെ സോയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരുപാട് ഈ കരകൗശല വസ്തുക്കൾ പോലെയുള്ള സാധനങ്ങൾ സോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് പ്ലാനുകളും മറ്റും അവൻ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ ഇപ്പോൾ നമ്മളുടെ നായികയെടുത്ത് പറയുകയാണ്, എനിക്കാണെങ്കിൽ ഒരു ആർക്കിടെക്ട് ആവണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് എക്സാംസിനൊക്കെ പഠിക്കുന്നും പ്രിപ്പയർ ചെയ്യുന്നും ഒക്കെ ഉണ്ട്. ഇപ്പൊ തൽക്കാലം നിന്റെ അച്ഛന്റെ അവിടെ കാർപ്പന്റർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ഭാവിയിലുള്ള പരിപാടികളും അവന്റെ ആഗ്രഹങ്ങളും ഒക്കെ അവളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് അവൾ തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അതായത് നമ്മളുടെ കബേർഡിന്റെ ഡ്രോയർ തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവൻ പറയുകയാണ് അത് നീ തുറക്കണ്ട എന്ന്. അങ്ങനെ അതിന് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. തുറക്കണ്ടെന്ന് പറഞ്ഞു, അതെന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നായിക ഒരുപാട് അവനെ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അന്ന് തന്നെ നായികയാണെങ്കിൽ തന്റെ എക്സ് ലവറെ പറ്റി അവന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അദ്ദേഹം കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു, എന്നിട്ടും അതെല്ലാം മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു, എന്നിട്ടും എന്നെ വഴിയിൽ കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഉള്ളിലുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം നായകന്റെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. പക്ഷെ നായകനാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമാക്കുന്നേ ഇല്ല. അവനാണെങ്കിൽ ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ ഒരു പാഠമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നല്ല രീതിയിൽ തന്നെ കംഫർട്ട് ചെയ്യുന്നുണ്ട്. പ്രണയമല്ലേ മക്കളെ, അപ്പൊ എന്തായാലും വീട്ടുകാർക്ക് അത് മനസ്സിലാവാണ്ടിരിക്കത്തൊന്നുമില്ലല്ലോ. പ്രണയത്തിന് കണ്ണും മൂക്കും വായു ഇല്ല എന്ന് പറയുന്നത് പോലെ കാണിക്കുന്നതിന് മതിലുകളില്ലല്ലോ. അങ്ങനെ ഇവളുടെ ഈ ഒരു എക്സ്പ്രഷൻസിൽ നിന്നും ഇവൾക്ക് വരുന്ന മാറ്റത്തിൽ നിന്നും അവളുടെ അച്ഛൻ മനസ്സിലാക്കുകയാണ് തന്റെ മകൾ ഒരാളുമായിട്ട് പ്രണയത്തിലാണ് എന്ന്. അങ്ങനെ കിട്ടുന്ന ആ ഒരു സമയം അച്ഛൻ പറയുകയാണ്, വളരെ പെട്ടെന്ന് തന്നെ നീ ആണെങ്കിൽ അദ്ദേഹത്തെ കൂട്ടി വീട്ടിലേക്ക് വരൂ, നമുക്ക് അവരെ മീറ്റ് ചെയ്ത് സംസാരിക്കാം, നീ ആരെ പ്രണയിച്ചാലും ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം അവളാണെങ്കിൽ നമ്മളുടെ സോയുടെ അടുത്ത് പോയി പറയുകയാണ്, അച്ഛനാണെങ്കിൽ നിന്നെ ഇഷ്ടമാവും, നമുക്ക് അച്ഛനെ മീറ്റ് ചെയ്യാൻ പോകാമെന്ന്. പക്ഷെ സോ ആണെങ്കിൽ കട്ടക്കിരിച്ച് സമ്മതിക്കുന്നില്ല. സോ പറയാണ്, നിന്റെ അച്ഛന്റെ കമ്പനിയിൽ വെറും ഒരു ജോലിക്കാരനായി എനിക്ക് നിന്നെ എന്തായാലും വിവാഹം ചെയ്ത് തരത്തില്ല. സോ എന്തർത്ഥത്തിലാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് മുടക്ക് പറയുന്നുണ്ടെങ്കിലും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവനാണെങ്കിൽ അച്ഛനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ അവളുടെ ഫാമിലിയെയും അവൻ മീറ്റ് ചെയ്യുകയാണ്. പക്ഷെ അവളൊന്ന് പുറത്തേക്ക് പോയ അതേ സമയം തന്നെ വളരെയധികം മോശമായിട്ടാണ് അവളുടെ അച്ഛൻ സോയോട് പെരുമാറുന്നത്. അങ്ങനെ ഈ ഒരു സമയത്ത് അവളാണെങ്കിൽ
പോയ വാഷ്റൂമിൽ നിന്നും തിരിച്ചു വരികയാണ്. പെട്ടെന്ന് അവിടെ വെച്ച് അവളാണെങ്കിൽ മയങ്ങി വീഴുകയാണ്. ആ ഒരു മൊമെന്റിൽ തന്നെ അവനാണെങ്കിൽ അവളെ എടുത്ത് ഓടുകയാണ് ഹോസ്പിറ്റലിലോട്ട്. അങ്ങനെ അവന്റെ സ്നേഹവും കെയറും ഒക്കെ അച്ഛൻ അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്. മാത്രമല്ല, ആദ്യം ബോധം വന്ന് നമ്മുടെ സൂജനാണെങ്കിൽ അന്വേഷിക്കുന്നതും സോയെ തന്നെയാണ്. അങ്ങനെ അവരുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിക്കുകയാണ്. അങ്ങനെ പതിയെ അവരുടെ വിവാഹം നടക്കുകയാണ്. വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ വളരെയധികം സ്നേഹത്തോടും കൂടിയാണ് അവർ ജീവിക്കുന്നത്. ആരും കൊതിച്ചു പോകുന്ന ഒരു ജീവിതം എന്നൊക്കെ പറയത്തില്ലേ, അതേ ജീവിതം തന്നെയാണ് അവർ ജീവിക്കുന്നത്. ഈ ഒരു കാലയളവിൽ തന്നെ സോ ആണെങ്കിൽ തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും അതുപോലെ നല്ലൊരു ആർക്കിടെക്ട് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ നായികയാണെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവളിൽ വന്നു തുടങ്ങുകയാണ്. വീടിന്റെ പേര് മറന്നു പോവുക, വീടിന്റെ സ്ട്രീറ്റ് അഡ്രസ് മറന്നു പോവുക, അങ്ങനെ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ഇതാണെങ്കിൽ ഇവള് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ആദ്യം തന്നെ ഷെയർ ചെയ്യുകയാണ്. പക്ഷെ ഫ്രണ്ട്സ് അവളെ കളിയാക്കുകയാണ്, ഇതൊക്കെ നിനക്ക് തോന്നുന്നതാണ് എന്ന് കരുതിയിട്ട്. പക്ഷെ തന്റെ പ്രശ്നം അത്ര ചെറുതല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സൂജനാണെങ്കിൽ നേരെ ഒരു ഡോക്ടറെ അടുത്ത് പോവുകയാണ്. അങ്ങനെ ഡോക്ടർ ആണെങ്കിൽ ടെസ്റ്റുകളുടെ ഭാഗമായിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. അതായത് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ അവളുടെ വെഡിങ് ആനിവേഴ്സറി, ആ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഓർത്തെടുക്കാൻ നമ്മളുടെ നായികയ്ക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇത്രയും മാറ്റങ്ങൾ അവളിൽ വന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡോക്ടർ പറയാണ്, എന്തായാലും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാം, എന്നിട്ട് നമ്മുടെ അതിന്റെ റിസൾട്ട് വെച്ചിട്ട് എന്താണ് നിന്റെ പ്രശ്നമെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നമ്മുടെ നായികയോട് ഡോക്ടർ പറയാണ്. അതനുസരിച്ച് കാര്യങ്ങൾക്കൊക്കെ സഹകരിച്ച ശേഷം അവൾ തിരിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം നായകനും നായികയും കൂടെ നായകന്റെ ഗുരുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹമാണ് നമ്മളുടെ ഈ ഒരു നായകനായിട്ടുള്ള സോയെ അവന്റെ ബേസിക് ആയിട്ടുള്ള മരപ്പണിയും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഈ ഒരു ഗുരുവിനെ കാണാനാണ് ഇന്ന് അവര് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് നമ്മളുടെ നായിക അറിയുകയാണ് നമ്മുടെ നായകന് അമ്മയുണ്ട് എന്നുള്ള ഒരു കാര്യം. ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു അമ്മ ഉണ്ടെന്നോ അല്ലെങ്കിൽ അമ്മയുടെ പേരെന്താണെന്നോ പോലും നായകൻ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ അന്ന് രാത്രിയാകുമ്പോ നമ്മള് നായകന്റെ അടുത്താണെങ്കിൽ ഒന്നും പറയാതെ അന്ന് ഇതിനു മുന്നേ അവൻ ഓപ്പൺ ചെയ്യരുതെന്ന് പറഞ്ഞ കബോർഡ് ഉണ്ടല്ലോ, അത് തുറന്ന് അമ്മയുടെ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കുകയാണ്. അവള് സംശയിച്ചതുപോലെ തന്നെ ആ ഒരു കബോർഡിനകത്തുണ്ടായിരുന്നത് അവന്റെ അമ്മയുടെ ഡീറ്റെയിൽസും മറ്റുമായിരുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേ ദിവസം നായികയാണെങ്കിൽ നായകനോട് ഡയറക്റ്റ് ആയിട്ട് അമ്മയെ പറ്റി സംസാരിക്കുകയാണ്. പക്ഷെ ഇന്ന് വരെ കാണാത്ത അവന്റെ മുഖമാണ് നായിക അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്. അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. മാത്രമല്ല അവൻ പറയുകയാണ്, നിനക്കൊരു കാര്യം അറിയോ, എന്റെ അച്ഛൻ പോയതിനു ശേഷം അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ആ അമ്മയെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, അങ്ങനെ ഒരു അമ്മ ഉണ്ട് എന്ന് ഞാൻ നിന്നോട് എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. പക്ഷെ അവള് ഇതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. കരയുന്നുണ്ടെങ്കിലും വളരെയധികം സമാധാനത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ വളരെയധികം അവളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം സംഭവിക്കുകയാണ്. അവളുടെ എക്സ് ലവർ ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അവൻ വന്നിട്ട് അന്ന് വരാതിരുന്നതിന് എനിക്ക് എന്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇവള് പറയുകയാണ്, എനിക്കതൊന്നും ഇനി അറിയേണ്ട ആവശ്യമില്ല, ഞാൻ വളരെയധികം നല്ലൊരു മാരേജിലാണ് ഇപ്പോൾ ഉള്ളത്, അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടയുമാണ്. സോ അതുകൊണ്ട് തന്നെ അന്ന് നിനക്ക് എന്ത് സംഭവിച്ചെന്നോ നീ എന്തുകൊണ്ട് വരാതിരുന്നു എന്നോ ഞാൻ അറിയേണ്ട ആവശ്യമില്ല. എന്നും എനിക്ക് നിന്നോട് നന്ദി മാത്രമേ ഉള്ളൂ, കാരണം അത്രയധികം നല്ലൊരു ലൈഫാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവനിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ നായികയാണെങ്കിൽ നേരെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടർ അവിടെ വെച്ച് റിവീൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ നായികയ്ക്ക് ഏർലി സ്റ്റേജ് അൽഷിമേഴ്സ് ആണ് എന്ന്. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ഓർമ്മകൾ നഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ്. അങ്ങനെ മരിക്കുന്നതിന് മുന്നേ തന്നെ അവൾ എല്ലാം മറക്കുമെന്നും ജീവിക്കുന്ന ഈ ഒരു കാലം മാത്രമേ അവൾക്ക് ഓർമ്മകൾ ഉണ്ടാകൂ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അങ്ങനെ വളരെയധികം തകർന്നു പോയിട്ടുള്ള നമ്മുടെ നായികയാണെങ്കിൽ റോഡിൽ കൂടി വരെ കരഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് അവൾക്ക് ഇനി ഉത്തരവില്ല. എങ്ങനെ ജീവിക്കും, എത്ര നാൾ ജീവിക്കും, ഓർമ്മകൾ തന്റെ കൂടെ എത്ര നാൾ ഉണ്ടാവും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് അവൾ ആ ഒരു വഴിയിലൂടെ നടന്നു നീങ്ങുകയാണ്. ഒരു പക്ഷെ മരുന്നുണ്ടായിരുന്നെങ്കിൽ ചികിത്സിക്കാമായിരുന്നു. ഇതിനിപ്പം മരുന്നൊന്നുമില്ല. ഓർമ്മകൾ നഷ്ടമായാൽ പിന്നീടുള്ള ജീവിതം എങ്ങനെയായിരിക്കും?
അങ്ങനെ 100,000 ചോദ്യങ്ങളോട് കൂടി അവളാണെങ്കിൽ ആ റോഡിൽ കൂടെ നടന്നു നീങ്ങുകയാണ്. നടക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ വീട്ടിലെത്തുകയാണ്. അവളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. ഒരിക്കലും ഇത് സോ അറിയരുത്. സോയുടെ കൂടെ ഉള്ളത്രയും കാലം നല്ല ഓർമ്മകളായിട്ട് അവന്റെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കാമെന്നും അവള് തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം ഓഫീസിൽ പോകുമ്പോൾ ആദ്യ വഴിയിൽ വെച്ച് അവൾ എന്താണ് എന്നും ഏതാണ് എന്നുള്ളതെല്ലാം അവള് മറന്നു പോവുകയാണ്. പെട്ടെന്ന് അവിടെ വെച്ച് തന്റെ എക്സിനെ കാണുകയാണ്. ഇപ്പൊ അവളുടെ ഓർമ്മയില് എക്സുമായിട്ട് സ്നേഹത്തിലുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ വിവാഹം സോയുമായിട്ട് കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ സൂജിൻ മറന്നു പോവുകയാണ്. അങ്ങനെ അവനുമായിട്ട് ഒരുപാട് നേരം സംസാരിക്കുകയും സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഓർമ്മകൾ തിരിച്ചു വരുന്നത്. അങ്ങനെ അവളെ പെട്ടെന്ന് ഓർക്കുകയും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് തന്നെ ഓഫീസിലുള്ള നമ്മളുടെ സോയാണെങ്കിൽ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ 3 പാത്രത്തിലും ചോറ് മാത്രം, കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പോഴാണ് അവൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നത്. ഓർമ്മയില്ലാത്തതിന്റെയും ഓർമ്മ പോകുന്നതിന്റെയും കാര്യങ്ങളെ ഇടയ്ക്കിടയ്ക്ക് സൂജിൻ ഓർമ്മിപ്പിച്ചതായിട്ട് സോ ഓർക്കുകയാണ്. അങ്ങനെ അവൻ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ടെൻഷൻ കയറാണ്. പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവുകയും അവളുടെ എടുത്തു വെച്ചിരുന്ന ഫയലുകളെല്ലാം പരിശോധിക്കുകയും ചെയ്യുമ്പോൾ അവൾ കാണാൻ പോകുന്ന ഡോക്ടറുടെ കോണ്ടാക്റ്റും കാര്യങ്ങളും അതിൽ നിന്ന് ലഭിക്കുകയാണ്. അതനുസരിച്ച് ആ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ പറയുകയാണ്. അങ്ങനെ അവനും ആകെ തകർന്നു പോവുകയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അവൻ നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോൾ നായിക ചോദിക്കാണ്, അപ്പൊ നീ എല്ലാം അറിഞ്ഞല്ലേ, എന്താണ് ഇനി ചെയ്യുക എന്ന്. അവൻ പറയാണ്, നിനക്ക് എന്ത് വന്നാലും എത്ര നാള് നീ ഇനി എന്നെ മറന്നുപോയാലും ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കയറുകയും ഒരുപാട് കാര്യങ്ങൾ, അതായത് അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി അവിടെയെല്ലാം ഒട്ടിച്ചു വെക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഒരു ടാഗ് ഉണ്ടാക്കിയിട്ട് അവളുടെ ദേഹത്തിട്ടതിന് ശേഷം അത്യാവശ്യം അവൾ പോയാലും തിരിച്ചു വരാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ ആ ഒരു ടാഗിൽ എഴുതി ചേർക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം വീട്ടിലേക്ക് അവിടെ എക്സ് ലവർ കടന്നു വരികയാണ്. അങ്ങനെ വളരെയധികം സ്നേഹത്തോടു കൂടി അവനെ ആണെങ്കിൽ അവളെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ അവന് ഇതിലെന്തോ പന്തികേട് തോന്നുന്നുണ്ടെങ്കിലും അവനത് കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ അകത്തോട്ട് കയറിയതിനു ശേഷം ഇവളാണെങ്കിൽ ഇവനുമായിട്ട് കല്യാണം കഴിഞ്ഞ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോ ആണെങ്കിൽ ജോലിക്ക് പോയതാണെങ്കിലും എന്തോ എടുക്കാൻ മറന്നിട്ട് വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന അതേ സമയം തന്നെ ഇവനെ ഇവിടെ കാണുന്ന സമയത്ത് അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ഭയങ്കരമായിട്ട് ഇവനെ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സൂജനിന്റെ വീട്ടുകാരാണെങ്കിൽ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. സോ എന്താണ് പ്രശ്നം എന്നൊക്കെ അച്ഛനാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അച്ഛനോട് വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ അവരെല്ലാവരും വളരെയധികം വിഷമത്തില് പൊട്ടിക്കരയുകയാണ്. ഇപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് നല്ലൊരു ജീവിതം ഇനിയും ബാക്കിയായി കിടപ്പുണ്ട്. സോ എന്റെ മോളെ ഞാൻ നോക്കിക്കോളാം, നീ ആണെങ്കിൽ വേറൊരു വിവാഹം കഴിച്ച് നന്നായി ജീവിക്കാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷെ അവൻ പറയുകയാണ്, അവൾ എന്റെ ഭാര്യയാണ്, ഇപ്പോൾ അവൾ എന്റെ ഒരു കടമ കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറയുന്ന അതേ വശം തന്നെ നമ്മുടെ നായികയാണെങ്കിൽ റൂമിന് വെളിയിലോട്ട് വരികയാണ്. പെട്ടെന്ന് തന്നെ അവൾ അറിയാതെ അവിടെയാണെങ്കിൽ അവള് യൂറിൻ പാസ് ചെയ്യുകയാണ്. അവിടെ തന്നെ നിന്നുകൊണ്ട് പെട്ടെന്ന് അവരുടെ ഫ്രണ്ടിലൊക്കെ അവൾ മോശമാകാതിരിക്കാൻ വേണ്ടി തന്റെ ഷർട്ട് ഊരുകയും അവിടെയെല്ലാം തുടക്കുകയും അവളെയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ വളരെയധികം കാര്യത്തോടു കൂടിയാണ് അവളെ നോക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ നേരം അവളാണെങ്കിൽ ഒരു പേര് വിളിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയുകയാണ്. അതേസമയം തന്നെ നായകനാണെങ്കിൽ തിരിച്ച് അവളുടെ അടുത്തും ഐ ലവ് യു ടു എന്ന് പറഞ്ഞിട്ട് ഡോറിന്റെ വെളിയിലോട്ട് വന്നിട്ട് പൊട്ടിക്കരയുകയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നായകന്റെ പേരിന് പകരം എക്സിന്റെ പേരാണ് അവള് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താൻ സ്നേഹിക്കുന്ന ഇത്രയും അധികം കാര്യമുള്ള ഭാര്യ അവളുടെ ഈ ഒരു വയ്യായിക കൊണ്ട് തന്റെ എക്സിന്റെ പേര് വിളിച്ച് ഈ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അത് താങ്ങാൻ അവന് സാധിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു സീനൊക്കെ കാണുമ്പോൾ നമ്മളും ആസ് എ വ്യൂവർ എന്നുള്ള നിലയ്ക്ക് വളരെയധികം ഇമോഷണൽ ആവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് കരഞ്ഞതിന് ശേഷം അവൻ വീണ്ടും നടന്ന് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ നായിക പെട്ടെന്ന് തന്റെ ബോധത്തിലോട്ട് തിരിച്ചു വരികയും തന്റെ എക്സിന്റെ പേര് വിളിച്ചാണ് തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന തന്റെ ഭർത്താവിനെ വിളിച്ചതെന്ന് അവൾ തിരിച്ചറിയുകയാണ്. ഇത് അവളിൽ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവളൊരു കാര്യം തീരുമാനിക്കുകയാണ്, അവനെ ഇനിയും വിഷമിപ്പിക്കരുത്. സോ അതുകൊണ്ട് തന്നെ അവന്റെ ലൈഫിൽ നിന്ന് താനായിട്ട് പടിയിറങ്ങണം എന്ന് കരുതിയിട്ട് അവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചതിന് ശേഷം അവളെ വീട് വിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ആ ഒരു ലെറ്റർ രാത്രിയാവുമ്പോൾ നമ്മുടെ നായകനെടുത്ത് വായിക്കുകയാണ്. ഒരുപാട് അവൾക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവളെ കണ്ടെത്താനായിട്ട് അവന് സാധിക്കുന്നില്ല.
അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അവനൊരു ലെറ്റർ വരികയാണ്. അവൾക്ക് ഓർമ്മകൾ ഇപ്പോഴത്തേക്ക് തിരിച്ചു വന്നുവെന്നും ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ നിന്റെ ഓർമ്മകളിലാണ് ഞാൻ ജീവിച്ചതെന്നും ഈ ഓർമ്മകൾ എപ്പോ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു ലെറ്റർ. അങ്ങനെ ഇത് കിട്ടിയ വശം തന്നെ നായകനാണെങ്കിൽ അതിലുള്ള അഡ്രസ് അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അവസാനം അവൻ എത്തിപ്പെടുന്നത് ഒരു നഴ്സിംഗ് ഹോമിലാണ്. അവിടെ നമ്മുടെ നായിക ഉണ്ടായിരുന്നു. പക്ഷെ നായികയ്ക്ക് നായകനെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നായകനാണെങ്കിൽ അവളെ കൂട്ടി പുറത്തു പോവുകയാണ്. അവരാദ്യമായി കണ്ട സ്ഥലവും അതുപോലെ അവരുടെ വീട്ടുകാരെയും ഒക്കെ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവൾക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ പെട്ടെന്ന് വീട്ടുകാരെയൊക്കെ കണ്ട ആ ഒരു മൊമെന്റില് അവള് പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ പറയുകയാണ്, എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, നമുക്ക് കുറച്ചു നേരം നമ്മുടെ നല്ല നേരമായിട്ട് ചിലവഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും മാത്രമുള്ള ഒരു ലോകത്തോട്ട് അവർ പോവുകയാണ്. ഇനി അവളുടെ ഓർമ്മകൾ തിരിച്ചു വരുമോ എന്നും അതുപോലെ തന്നെ നായകന്റെ കൂടെയുള്ള ജീവിതം എങ്ങനെയാകുമെന്നും ഒന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഒരു പോയിന്റിൽ വെച്ച് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. നമുക്കും നമ്മളുടെ നായകനെ പോലെ തന്നെ ശുഭപ്രതീക്ഷയോടുകൂടി അവളുടെ ഓർമ്മകൾ തിരിച്ചു വരുമെന്ന് കരുതിയിട്ട് ഇരിക്കാം. അങ്ങനെ വളരെയധികം ഇമോഷണൽ ആയിട്ടും അതുപോലെ തന്നെ വളരെയധികം ടച്ചിങ്ങും ആയിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു മൂവി ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഒരു എൻഡിങ് ഇല്ലാത്ത രീതിയിൽ മൂവി അവസാനിക്കുന്നുണ്ടെങ്കിലും അത് നമുക്കൊരു ആശ്വാസമാണ്. എന്തായാലും മറന്നു പോയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. സോ ഈ ഒരു മൂവിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് മുന്നിലോട്ട് എത്തുന്നത് വരെ ദിസ് ഇസ് ടിൽ ദെൻ ബൈ ഫ്രം us.